നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. സ്വർണ്ണക്കൊള്ള ആവർത്തിക്കാൻ ശ്രമിച്ചതിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. സഭ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന് ഉത്സാഹമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ബഹളത്തിനൊടുവിൽ പിരിഞ്ഞ സഭ ഇനി ചൊവ്വാഴ്ചയെ സമ്മേളിക്കുകയുള്ളൂ. രാജി ആവശ്യം വി.എൻ. വാസവൻ തള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന സഭാ സമ്മേളനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രമം. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ്. നിലപാട് വ്യക്തമാക്കി പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. നോട്ടീസ് പോലും നൽകാതെ നേരിട്ട് സഭ സമീപിക്കുന്നതിലേക്ക് പോകുന്നത് ഭീരുത്വമാണെന്നായിരുന്നു ഭരണപക്ഷത്തു നിന്നുള്ള വിമർശനം. ഭീരുത്വത്തിന്റെ ലജ്ജയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ ശബരിമല വിഷയത്തിൽ ഇനി പ്രതിരോധത്തിലേക്ക് പോകരുതെന്ന് നിശ്ചയിച്ചുറപ്പിച്ചായിരുന്നു ഭരണപക്ഷം. സ്വർണ്ണക്കൊള്ളയിലെ പാരഡിപ്പാട്ടിനെ ബദൽപ്പാട്ട് പാടിയും കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ ആരോപണത്തിലേക്ക് വലിച്ചിട്ടും ഭരണപക്ഷം തിരിച്ചടിക്കാൻ ശ്രമിച്ചു. സർ, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. ബഹളത്തിനിടയിലും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം അവതരിപ്പിച്ചു. നോട്ടീസ് നൽകാതെയുള്ള പ്രതിഷേധം മാതൃകാപരമല്ലെന്ന് സ്പീക്കറും നിലപാടെടുത്തു. ബഹളം പരിധിവിട്ടതോടെ നാളത്തെ സമ്മേളനവും റദ്ദാക്കി സഭ പിരിയാമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കുമല്ലോ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സ്പീക്കർ അംഗീകരിച്ചതോടെ സഭ പിരിഞ്ഞു. സഭ പിരിഞ്ഞാൽ പ്രകടനമായി പ്രതിപക്ഷം പുറത്തേക്ക് വരുന്ന പതിവ് തെറ്റിച്ച് ഭരണപക്ഷം ആദ്യം പുറത്തെത്തി. പിന്നാലെ പ്രതിപക്ഷവും സഭയ്ക്ക് പുറത്തേക്ക് വന്നു. സോണിയാഗാന്ധിക്കെതിരായ പരാമർശങ്ങളെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് സഭ അടിച്ചു തകർത്തവരിൽ ജനാധിപത്യത്തിന്റെ ക്ലാസ് വേണ്ടെന്നും തിരിച്ചടിച്ചു. സമനില തെറ്റിയവരെ പോലെയാണ് രണ്ട് മന്ത്രിമാര് സംസാരിച്ചത്. സോണിയാഗാന്ധിയാണ് സ്വർണ്ണക്കേസ്. നന്ദി പ്രമേയ ചർച്ചയുടെ ആദ്യ 2 ദിവസവും വെട്ടിച്ചുരുക്കിയെ തുടർന്ന് ഇനി ചൊവ്വാഴ്ചയെ സഭ സമ്മേളിക്കൂ. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഉന്നതരിൽ കേന്ദ്രീകരിച്ച SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോൾ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചു. ഇതിനിടെ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നതതല ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചാണ് SITയുടെ അന്വേഷണം. പോറ്റിയുടെ 2 ഫോണുകളുടെ CDR SIT പരിശോധിച്ചു. ഫോൺ വിളി പട്ടികയിൽ വിവിധ മേഖലകളിലുള്ള വ്യക്തികളുണ്ട്. ഇവരിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ളവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുന്നു. ഫോൺ വിശദാംശങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ S. ശശിധരൻ നേരിട്ടാണ്. ഇതിനിടെ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു കേസിലെ 3-ാം പ്രതി N. വാസു സുപ്രീംകോടതിയെ സമീപിച്ചത്. വിചാരണ കോടതിയെ സമീപിക്കാനായിരുന്നു സുപ്രീംകോടതിയുടെ നിർദ്ദേശം. കവർച്ചാ സമയത്ത് ചുമതലയുണ്ടായിരുന്ന ആളാണ് N. വാസുവെന്നും ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്നും കോടതി പരാമർശിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരെ കൊല്ലം വിജിലൻസ് കോടതി 1 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B. മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ വിജിലൻസ് കോടതി നാളെ വിധി പറയും. 24 തിരുവനന്തപുരം, കൊല്ലം. സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച നിയമസഭയിൽ ഉന്നയിച്ച് CPIM-നെ പ്രതിരോധത്തിലാക്കി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കളങ്കിതരെ സ്വീകരിക്കുമോ സോണിയാഗാന്ധി എന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ച ചിത്രം പുറത്തുവന്നു. അതേസമയം കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതുയർത്തിയാണ് ഭരണപക്ഷം സഭയിൽ പ്രതിപക്ഷത്തെ നേരിട്ടത്. പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് സോണിയാഗാന്ധിയോട് ചോദിക്കണമെന്ന് മന്ത്രി MP രാജേഷാണ് ആദ്യം പറഞ്ഞത്. തുടർന്ന് സംസാരിച്ച മന്ത്രി V. ശിവൻകുട്ടി 10 ജൻപഥ് റെയ്ഡ് ചെയ്യണമെന്നും സോണിയയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ നിയമസഭയ്ക്ക് പുറത്ത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി പാർട്ടി ലൈൻ തള്ളി. സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അറസ്റ്റ് ചെയ്യണമെന്ന് താൻ പറയുന്നില്ലെന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത് അദ്ദേഹത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും സഭയ്ക്ക് പുറത്ത് MP രാജേഷ് പിന്നീട് വിശദീകരിച്ചു. ഞങ്ങൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കാനുള്ളവരല്ല, ഞങ്ങളത് ചെയ്തിട്ടുമില്ല. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ റാന്നി MLA-യും നിലവിലെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും സന്ദർശനം നടത്തിയ ചിത്രങ്ങൾ പുറത്തുവന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഇരുവരും സമ്മാനം നൽകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വീട്ടിലെ ചിത്രങ്ങളല്ല ഇവയെന്നും സന്നിധാനത്ത് വെച്ചെടുത്ത ചിത്രങ്ങളാണെന്നുമാണ് രാജു എബ്രഹാമിന്റെ വാദം. ആർക്കും സമ്മാനം നൽകിയിട്ടില്ലെന്നും പോറ്റിയെ തനിക്ക് അറിയാവുന്നത് അയ്യപ്പ ഭക്തനെന്ന നിലയിലാണെന്നും കടകംപള്ളി ഇന്നും ആവർത്തിച്ചു. പോറ്റിയെ സംബന്ധിച്ച്
ഒരു ശരിയായിട്ടുള്ള ഡിവോട്ടി എന്ന നിലയിലല്ലാതെ എനിക്ക് ഒരു തരത്തിലും അയാളെ പരിചയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി സാമ്പത്തിക ഇടപാടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇഡി നീക്കം തുടങ്ങി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇഡി ഉടൻ ചോദ്യം ചെയ്യും. പോറ്റിയുടെ മൊഴിപ്പകർപ്പ് ഇഡി ആവശ്യപ്പെടും. ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങൾ ഉയർത്തി യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. 1.5 മണിക്കൂറോളം പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടി. പോലീസ് നിരവധി തവണ ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. പരുക്കേറ്റ 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാന സർക്കാരിനെതിരെ സമരം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷ് 24നോട് പറഞ്ഞു. പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്താനിരിക്കെ സാബു എം ജേക്കബിന്റെ 2020യെ NDA പാളയത്തിലെത്തിച്ചു BJP. പ്രധാനമന്ത്രി നാളെ 2020ക്ക് NDA അംഗത്വം നൽകും. LDFും UDFും 2020യെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നും ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കി. വികസന മുദ്രാവാക്യവുമായി സഹകരിക്കുന്നവർ ഇനിയും NDAയ്ക്കൊപ്പം ചേരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. NDA മീറ്റിംഗിനിടെ സർപ്രൈസ് നീക്കമായിരുന്നു 2020യുടെ NDA പ്രവേശം. സാബുവും ജേക്കബും രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ 2020 NDAയിലേക്കെന്ന പ്രഖ്യാപനമെത്തി. 2020യെ നശിപ്പിക്കാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 25 പാർട്ടികൾ ഒന്നിച്ചാണ് ശ്രമിച്ചത്. ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല. ആശയപരമായി യോജിക്കാൻ കഴിയുന്നത് NDAയുമായിട്ടാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് മുന്നണി പ്രവേശമെന്നും സാബുവും ജേക്കബ്. ഞങ്ങളെ ഇല്ലാതെയാക്കണമെന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം മോഡി സർക്കാരിനോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. 2020 വികസനം നടപ്പാക്കിയ പാർട്ടിയാണെന്നും സമാന ചിന്താഗതിക്കാരുമായി NDA വിപുലീകരണം ഇനിയും ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ. നിങ്ങൾ കാണുന്ന ട്രെൻഡ് NDAന്റെ ഈ വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു അക്സെപ്റ്റൻസ്, ജനങ്ങളുടെ മനസ്സിലൊരു അക്സെപ്റ്റൻസും രാഷ്ട്രീയക്കാരുടെ മനസ്സിലൊരു അക്സെപ്റ്റൻസും രാഷ്ട്രീയ പാർട്ടീസിന്റെ മനസ്സിലൊരു അക്സെപ്റ്റൻസും, ഇതാണ് നിങ്ങൾ കാണുന്നത്. നാളെ നരേന്ദ്രമോദിക്കൊപ്പം സാബുവും ജേക്കബും NDA വേദിയിലെത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 24 തിരുവനന്തപുരം. NDAയിൽ ചേർന്ന 2020യുടെ തീരുമാനത്തെ പരിഹസിച്ച് CPIMും കോൺഗ്രസും. സാബു എം ജേക്കബ് എത്തേണ്ടിടത്ത് തന്നെ എത്തിയെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് പറഞ്ഞു. 2020 നനഞ്ഞ പടക്കമായി മാറിയെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പരിഹസിച്ചു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 2020ക്ക് വലിയ പോറലേറ്റില്ലെങ്കിലും പ്രതീക്ഷിച്ച മിന്നും വിജയം ഉണ്ടായില്ലെന്ന് പറയാം. കിഴക്കമ്പലവും ഐക്യനാടും നിലനിർത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന കുന്നത്തുനാടും മഴുവന്നൂരും കൈവിട്ടു. തിരുവാണിയൂർ LDFിൽ നിന്ന് പിടിച്ചെടുക്കാനായത് നേട്ടമായി. തൃക്കാക്കര നഗരസഭയിൽ 2020 അക്കൗണ്ട് തുറന്നെങ്കിലും കൊച്ചി കോർപ്പറേഷനിൽ ചലനമുണ്ടാക്കാനായില്ല. കൂട്ടിയും കിഴിച്ചും ഇങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ആയുധങ്ങൾ മിനുക്കുന്നതിനിടെയാണ് NDA മുന്നണി പ്രവേശനം. 2020 എന്ന കൂട്ടായ്മ രൂപപ്പെട്ടതു മുതൽ എതിർക്കുന്ന CPMും കോൺഗ്രസും പുതിയ കൂട്ടുകെട്ടിനെതിരെ രംഗത്തു വന്നു. ന്യൂനപക്ഷങ്ങൾക്കു വേണ്ടിയുള്ള പാർട്ടിയെന്ന് പറഞ്ഞവർ വർഗീയതയുടെ ഭാഗമായെന്ന് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ 24നോട്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് വർഗീയമായിട്ട് ചിന്തിക്കുന്ന NDA പോലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ കൂടെ ചേരുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. സാബു എം ജേക്കബ് BJPയുടെ ഏജന്റായാണ് പ്രവർത്തിച്ചതെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷും പ്രതികരിച്ചു. 2020ക്ക് വോട്ട് ചെയ്തവരെ പണയം വെക്കുന്ന പരിപാടിയാണ് സാബു ജേക്കബ് ചെയ്തതെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. അരാഷ്ട്രീയവാദം ഉന്നയിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി കുന്നത്തുനാട്ടിലെ ജനാധിപത്യ മതനിരപേക്ഷരായിട്ടുള്ള ആളുകളുടെ സമ്മതിദാന അവകാശം വാങ്ങിയതിന് ശേഷം അവരെ പണയപ്പെടുത്തുന്ന നടപടിയാണ് സാബു ജേക്കബിൻ്റെ BJP പ്രവേശനം എന്ന് പറയുന്നത്. 2020 NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പുതിയ രാഷ്ട്രീയ വാക്പോരും ചലനങ്ങളും സൃഷ്ടിക്കാം. 24 കൊച്ചി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ മന്ത്രി KB ഗണേഷ് കുമാർ. തന്നെ ചതിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും തന്നെയും മക്കളെയും വേർപെടുത്തിയെന്നും KB ഗണേഷ് കുമാർ ആരോപിച്ചു. മന്ത്രിസഭയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത് എന്തിനാണെന്നും KB ഗണേഷ് കുമാർ ചോദിച്ചു. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്തി എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടെന്ന് വിചാരിച്ച വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താൽ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും.
എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയും. മേലിൽ ഇത് പറയരുത്, പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ചാണ്ടിയുമ്മൻ MLA-ക്കെതിരെയും കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തി. ക്രൈസ്തവ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചാണ്ടിയുമ്മന്റെ ശ്രമമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. അതൊക്കെ ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ ഇത്രയും നാളെ ചാണ്ടിയുമ്മ ഇല്ലായിരുന്നു ഇവിടെ നിന്ന്. ഇലക്ഷൻ എടുത്ത് വരുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ആളുകളെ ഒരു ജാതി വർഗീയ വികാരം ഉണർത്തിവിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചാണ്ടിയുമ്മൻ ഒരു വലിയ ഭക്തനാണെന്നല്ലേ പറഞ്ഞത്? പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഒരു വീട്ടിൽ മരണം നടന്നപ്പം അവിടെ ചെന്ന് രാമായണം വായിച്ചു തരാണ്ട് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു നന്മയുള്ള ആളാണെങ്കിൽ ചാണ്ടിയുമ്മൻ ആദ്യം ചിന്തിക്കേണ്ടത് ബൈബിളിലൊരു വചനമുണ്ട്. എന്താണെന്നറിയാം? ദൈവം നീതിമാനാണ്, അവൻ നീതിമാനോടൊപ്പം. കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്, എല്ലാ വേദപുസ്തകത്തിലും. ചാണ്ടിയുമ്മൻ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആരെങ്കിലും സഹായിക്കാൻ പത്തനാപുരത്ത് വന്ന് പറയുക എന്ന് പറയുന്നത്, ചാണ്ടിയുമ്മൻ വിശ്വസിക്കുന്ന ദൈവം ചാണ്ടിയുമ്മനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസിയായ ഞാൻ വിശ്വസിക്കുന്നത്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മൻ പത്തനാപുരത്ത് നടത്തിയ പ്രതികരണങ്ങൾക്ക് പിന്നാലെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെയും പ്രതികരണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ജമ്മുകശ്മീരിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 10 സൈനികർക്ക് വീരമൃത്യു, 7 സൈനികർക്ക് പരുക്കേറ്റു. ദോഡയിലെ ഖന്നി ടോപ്പിൽ വെച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം അറിയിച്ചു. ദോഡ ജില്ലയിൽ ഇന്ന് ഉച്ചയോടെയാണ് സൈനികരുമായി സഞ്ചരിച്ച ബുള്ളറ്റ് പ്രൂഫ് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട 200 അടി താഴ്ചയിലേക്ക് പതിച്ചത്. അപകടത്തിൽ 10 സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. 7 സൈനികർക്ക് പരിക്കേറ്റു. 4 സൈനികർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബദർവ ചമ്പ അന്തർ സംസ്ഥാന പാതയിലെ ഖന്നി ടോപ്പിൽ വച്ചായിരുന്നു അപകടം. ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. കൊക്കയിലേക്ക് പതിച്ച സൈനിക വാഹനം പൂർണ്ണമായും തകർന്നു. അപകടത്തിന് പിന്നാലെ സൈന്യവും പോലീസും സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തി. ഗുരുതരമായി പരിക്കേറ്റ സൈനികരെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റ സൈനികർക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശിക്കുകയും ചെയ്തു. 24 ഡൽഹി. കണ്ണൂർ തയ്യലിൽ 1.5 വയസ്സുകാരനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം. തടവ് ശിക്ഷയ്ക്ക് പുറമെ പ്രതി 1 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്നും തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് വരികൾ ഉദ്ധരിച്ചാണ് ജഡ്ജി 90 പേജുള്ള വിധിപ്പകർപ്പ് കോടതിയിൽ വായിച്ചത്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി KN പ്രശാന്താണ് വിയാന്റെ അമ്മ ശരണ്യയ്ക്ക് ശിക്ഷ വിധിച്ചത്. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന വരികൾ ഉദ്ധരിച്ചാണ് വിധി. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്താൻ കഴിയാത്തതും ക്രിമിനൽ ഗൂഢാലോചന കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതിരുന്നതും കേസിൽ തിരിച്ചടിയായി. കോടതി വിധി അംഗീകരിക്കുന്നെന്നും ശരണ്യയുടെ കാമുകൻ നിധിനെ വെറുതെ വിട്ടതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ U രമേശൻ. ഈ കേസ് 302, 120B, 109 അതായത് പ്രേരണയും അതുപോലെ തന്നെ ഗൂഢാലോചനയും കൊലപാതകവുമാണ് ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ 120B ഗൂഢാലോചനയും അതുപോലെ പ്രേരണാകുറ്റവും തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കേസിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിനു പകരം സദാചാര പോലീസിംഗ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയതെന്നും വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും ശരണ്യയുടെ അഭിഭാഷകൻ മഞ്ജു ആന്റണി. Judgment says that there were compelling circumstances, that she is from a poor background, she was suffering from family issues, so all these things might have caused the incident. That is the ruling made by the court. So she is entitled for leniency. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ടു പോയ കേസിൽ ശരണ്യയുടെ വസ്ത്രത്തിൽ കണ്ടെത്തിയ കടൽ വെള്ളത്തിന്റെ അംശവും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടായ സംശയങ്ങളും നിർണായക വഴിത്തിരിവായി. 24 കണ്ണൂർ. തിരുവനന്തപുരം പൂന്തുറയിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മകളുടെ ഭർത്താവ് കസ്റ്റഡിയിൽ. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ വെച്ചാണ് BM ഉണ്ണികൃഷ്ണൻ പിടിയിലായത്. ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. 200 പവൻ നൽകിയിട്ടും സ്ത്രീധനം പോരെന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പ്. ബന്ധുക്കൾക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു നൽകിയ ശേഷമാണ് സജിത, മകൾ ഗ്രീമ എന്നിവർ സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത്. പിന്നാലെ പുറത്തുവന്ന ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെയുള്ളത് ഗുരുതരാരോപണങ്ങൾ.
മകൾക്ക് 200 പവൻ സ്വർണം സ്ത്രീധനമായി നൽകിയിട്ടും അത് മതിയാകില്ലെന്ന് പറഞ്ഞ് അപമാനിച്ചു. 6 വർഷത്തെ ദാമ്പത്യത്തിൽ മകളെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ മാനസികമായി ഉപദ്രവിച്ചു. വിവാഹശേഷം മകളെ ഉപയോഗിച്ച ഉടുപ്പ് പോലെ ഉപേക്ഷിച്ചതായും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഈ വിവാഹം വളരെ ആർഭാടമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയ രാജീവ് നടത്തിയത്. അപ്പോൾ അതിൽ 200 പവനോളം ഉരുപ്പടിയിട്ടു. പയ്യൻ അയർലൻഡിലാണ്. പയ്യൻ അയർലൻഡിൽ പിന്നെ PhD എടുക്കാനാണ് പോയെന്നൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ഫാമിലിയെ കണ്ടെത്തിയിട്ടായിരിക്കും ആ പിതാവ് അത് ചെയ്തത്. 6 വർഷം മുൻപേ വിവാഹം കഴിഞ്ഞെങ്കിലും 25 ദിവസം മാത്രമാണ് ഇരുവരും ഒന്നിച്ച് താമസിച്ചത്. വിവാഹബന്ധം നിയമപരമായി വേർപിരിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം മരണവീട്ടിൽ വെച്ച് ഭർത്താവ് ഉണ്ണികൃഷ്ണൻ അപമാനിച്ചുവെന്നും ആരോപണമുണ്ട്. അതേസമയം സംഭവത്തിൽ ഉണ്ണികൃഷ്ണനെ മുംബൈ എയർപോർട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യലിന് ശേഷം ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ഉൾപ്പെടുത്തി കേസെടുക്കാനാണ് സാധ്യത. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പൂന്തുറ പോലീസ് അന്വേഷണം നടത്തുന്നത്. 24 തിരുവനന്തപുരം. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയെ പ്രതിക്കൂട്ടിലാക്കി റിമാൻഡ് റിപ്പോർട്ട്. CCTV ദൃശ്യങ്ങളിൽ ലൈംഗികാതിക്രമം വ്യക്തമാക്കുന്ന ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് പറയുന്നത്. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയത് ദൃശ്യങ്ങൾ പ്രചരിച്ചതിൽ മനം നൊന്താണ് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതിനിടെ ബസ്സിൽ ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ഷിംജിത പോലീസിൽ പരാതി നൽകി. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന പ്രതി ഷിംജിത മുസ്തഫയുടെ ആരോപണത്തെ തള്ളുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ബസ്സിൽ വെച്ച് അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ബസ്സിൽ വെച്ച് ദീപകിനെ ഉൾപ്പെടുത്തിയുള്ള 7ഓളം വീഡിയോകളാണ് ഷിംജിത മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇവ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചതായും കണ്ടെത്തി. ദീപക്കും പ്രതിയും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സ്വാഭാവികമായെന്ന CCTV ദൃശ്യത്തിലൂടെ വ്യക്തമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതാണ് ബസ് ജീവനക്കാരുടെ മൊഴിയും. ദുരനുഭവം നേരിട്ടെന്ന് പറയുന്ന പ്രതി താമസിക്കുന്ന വടകരയിലോ സംഭവം നടന്നുവെന്ന് പറയുന്ന പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലോ പരാതി നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിന് പിന്നാലെ യുവതി പീഡനം നടന്നെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി. അറസ്റ്റിന് മുമ്പ് ഷിംജിത തയ്യാറാക്കിയ പരാതി സഹോദരൻ സിയാദ് ഇമെയിൽ മുഖേനയാണ് പോലീസിന് കൈമാറിയത്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. 24 കോഴിക്കോട്. ഇന്ത്യ വേദിയാകുന്ന 2020 ലോകകപ്പിൽ നിന്ന് ബംഗ്ലാദേശ് പുറത്തേക്ക്. ICC അന്ത്യശാസനം തള്ളിയ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയിൽ കളിക്കാനില്ലെന്ന് ആവർത്തിച്ചു. ICCയിൽ നിന്ന് നീതി കിട്ടിയില്ലെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും കളിക്കാരുമായി നടത്തിയ യോഗത്തിന് ശേഷം ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ അറിയിച്ചു. ബംഗ്ലാദേശ് ലോകകപ്പിൽ കളിച്ചില്ലെങ്കിൽ അതിന്റെ നഷ്ടം ICCക്കാണെന്നും അമീനുൽ ഇസ്ലാം അവകാശപ്പെട്ടു. വേദിമാറ്റം അനുവദിക്കില്ലെന്നും ഇന്ത്യയിൽ കളിക്കാനാകില്ലെങ്കിൽ പകരം മറ്റൊരു ടീമിനെ ഉൾപ്പെടുത്തുമെന്നുമായിരുന്നു ICC ബോർഡ് യോഗത്തിൽ വോട്ടെടുപ്പ് നടത്തിയ ശേഷമുള്ള തീരുമാനം. ബംഗ്ലാദേശ് പുറത്തായാൽ സ്കോട്ട്ലൻഡ് ആയിരിക്കും ലോകകപ്പിൽ കളിക്കുക. വാർത്താസന്ധ്യ അവസാനിക്കുന്നു. ഇനി പൊതുജനം കഴുതിയല്ല സർ ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും. നമസ്കാരം.